അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവിനെ നിങ്ങൾ സ്തുതിക്കുവിൻ. അവിടുന്ന് നല്ലവനാകുന്നു. അവിടുത്തെ കൃപ എന്നേക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തങ്ങളുടെ പ്രവൃത്തികളാൽ അങ്ങേ കോപിപ്പിച്ചു. അങ്ങയുടെ കൃപയാൽ അവരിൽ കനിയണമേ. കർത്താവിനെ നിങ്ങൾ സ്തുതിക്കുവിൻ. അവിടുന്ന് നല്ലവനാകുന്നു. അവിടുത്തെ കൃപ എന്നേക്കും. കർത്താവിന്റെ അത്ഭുത പ്രവൃത്തികൾ ആര് വർണ്ണിക്കും? അവിടുത്തെ മഹത്വം ആര് ഗ്രഹിക്കും? അവിടുത്തെ ന്യായവിധികൾ പാലിക്കുന്നവരും എപ്പോഴും നീതി പ്രവർത്തിക്കുന്നവരും ഭാഗ്യമുള്ളവരാകുന്നു. കർത്താവേ, അങ്ങയുടെ ജനത്തോടുള്ള താല്പര്യത്താൽ ഞങ്ങളെ ഓർക്കണമേ. അങ്ങയുടെ രക്ഷയാൽ ഞങ്ങളെ മോചിക്കണമേ. അങ്ങ് തിരഞ്ഞെടുത്തവരുടെ ഐശ്വര്യം ദർശിക്കാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. അങ്ങയുടെ ആനന്ദത്തിൽ ഞങ്ങളെ സന്തോഷിക്കട്ടെ. അങ്ങയുടെ അവകാശത്തിൽ സ്തുതി പാടട്ടെ. ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ ഞങ്ങളും തിന്മ ചെയ്തു, വഴിപിഴച്ചു, അക്രമം പ്രവർത്തിച്ചു. ഞങ്ങളുടെ പിതാക്കന്മാർ മിസ്രയീമിൽ വെച്ച് അങ്ങയുടെ അത്ഭുതങ്ങൾ ഗ്രഹിച്ചില്ല. അവർ അങ്ങയുടെ കൃപാധിക്യം അനുസ്മരിച്ചില്ല. ചെങ്കടൽ തീരത്ത് വെച്ച് അവർ കലഹിച്ചു. എന്നിട്ടും തന്റെ നാമത്തെ പ്രതി അവിടുത്തെ മഹത്തായ ശക്തി വെളിപ്പെടുത്തേണ്ടതിന് അവിടുന്ന് അവരെ രക്ഷിച്ചു. അവിടുന്ന് കടലിനെ ശാസിച്ചു, അത് വറ്റി വരണ്ടുപോയി. മരുഭൂമിയിലൂടെ എന്ന പോലെ ആഴിയുടെ അടിത്തട്ടിലൂടെ അവരെ വഴി നടത്തി. ശത്രുവിന്റെ കരങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചു. മർദ്ദകന്റെ പിടിയിൽ നിന്ന് വീണ്ടെടുത്തു. ജലരാശി പീഡകരെ മൂടിക്കളഞ്ഞു, അവരിൽ ആരും അവശേഷിച്ചില്ല. അപ്പോൾ അവർ അവിടുത്തെ വചനങ്ങൾ വിശ്വസിച്ചു, അവിടുത്തെ സ്തുതികൾ ആലപിച്ചു. എന്നാൽ അവർ അതിവേഗം ദൈവത്തെ വിസ്മരിച്ചു, അവിടുത്തെ പ്രമാണത്തിൽ ശരണപ്പെട്ടില്ല. മരുഭൂമിയിൽ വെച്ച് അവർ അത്യാഗ്രഹം കാണിച്ചു.
അശീമോനിൽ വെച്ച് അവർ ദൈവത്തെ പരീക്ഷിച്ചു. അവർ ചോദിച്ചത് അവർക്ക് നൽകി, അവിടുന്ന് അവരെ തൃപ്തരാക്കി. അവർ പാളയത്തിൽ വെച്ച് മൂശയോടും കർത്താവിന്റെ വിശുദ്ധനായ അഹരോനോടും കലഹിച്ചു. ഭൂമി പിളർന്ന് ദാഥാനെ വിഴുങ്ങി, അബീറാമിന്റെ സംഘത്തെയും മൂടിക്കളഞ്ഞു. അവരുടെ സമൂഹത്തിൽ തീപിടുത്തമുണ്ടായി, അഗ്നിജ്വാല ദുഷ്ടരെ ദഹിപ്പിച്ചു. ഹോറേബിൽ വെച്ച് അവർ കാളക്കുട്ടിയെ നിർമ്മിച്ച് വാർത്തുണ്ടാക്കിയ വിഗ്രഹത്തെ ആരാധിച്ചു. പുല്ല് തിന്നുന്ന കാളയുടെ ബിംബത്തെ അവരുടെ മഹത്വപൂർണനായ ദൈവത്തിന് പകരം വെച്ചു. അവരെ രക്ഷിച്ച ദൈവത്തെ അവർ വിസ്മരിച്ചു, മിസ്രയീമിൽ ചെയ്ത വൻകാര്യങ്ങൾ മറന്നുപോയി. ഹാം ദേശത്തിൽ അത്ഭുതകൃത്യങ്ങളും ചെങ്കടലിൽ ഭീതിത പ്രവൃത്തികളും ചെയ്തവനെ അവർ മറന്നുപോയി. തിരഞ്ഞെടുക്കപ്പെട്ടവനായ മൂശ അവിടുത്തെ മുൻപിൽ മധ്യസ്ഥനായി നിന്നു. അവൻ തന്റെ കോപത്തെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ താൻ അവരെ നശിപ്പിക്കുമായിരുന്നെന്ന് അവിടുന്ന് അരുളി ചെയ്തു. അവർ അഭികാമ്യമായ ദേശം ഉപേക്ഷിച്ചു, കർത്താവിന്റെ വചനം അവർ അവിശ്വസിച്ചു. കൂടാരങ്ങളിലിരുന്ന് അവർ പിറുപിറുത്തു, കർത്താവിന്റെ സ്വരം അവർ ശ്രവിച്ചില്ല. ജനതകളുടെ ഇടയിൽ അവരെ നശിപ്പിക്കാനും സന്താനങ്ങളെയെല്ലാം ചിതറിക്കാനും ദേശങ്ങളിൽ നിന്ന് ഉന്മൂലനം ചെയ്യാനും അവിടുന്ന് അവർക്കെതിരെ കരമുയർത്തി. അവർ പെയോറിലെ വിഗ്രഹങ്ങളോട് ഒന്നു ചേർന്നു, നിർജീവദേവന്മാർക്കർപ്പിച്ച ബലിവസ്തുക്കൾ ഭക്ഷണമാക്കി. തങ്ങളുടെ പ്രവർത്തികൾ അവിടുത്തെ കുപിതനാക്കി, വിഗ്രഹപൂജയാൽ അവർ അവിടുത്തെ പ്രകോപിപ്പിച്ചു. അതിനാൽ അവിടുന്ന് അവർക്കെതിരായി മഹാമാരി ശക്തിപ്പെടുത്തി. അപ്പോൾ പിനഹസ് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു, മഹാമാരി നിലയ്ക്കുകയും ചെയ്തു. എല്ലാ തലമുറകളിലും അയാൾക്ക് അത് നേട്ടമായി കരുതപ്പെട്ടു. മെരീബാ ജലാശയത്തിങ്കൽ വെച്ച് അവർ അവിടുത്തെ പ്രകോപിപ്പിച്ചു, അവർ മൂലം മൂശയ്ക്കും ദോഷമുണ്ടായി. അവർ അവന്റെ മനസ്സ് കലുഷമാക്കി, അവൻ വിവേകരഹിതമായി സംസാരിച്ചു. കർത്താവ് അവരോട് ആജ്ഞാപിച്ചിരുന്ന ജനതകളെ അവർ നശിപ്പിച്ചില്ല. അവർ ജനതകളോട് കൂടിക്കലർന്നു, അവരുടെ ആചാരങ്ങൾ അഭ്യസിച്ചു. അവരുടെ വിഗ്രഹങ്ങളെ അവർ ആരാധിച്ചു, അത് അവർക്ക് ഇടർച്ചയായി തീർന്നു. അതിനാൽ കർത്താവിന്റെ കോപം ജനത്തിനെതിരെ ജ്വലിച്ചു, തന്റെ അവകാശം അവിടുന്ന് തിരസ്കരിച്ചു. അവിടുന്ന് അവരെ ജനതകൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു, വൈരികൾ അവരുടെ മേൽ ഭരണം നടത്തി. ശത്രുക്കൾ അവരെ അടിമകളാക്കി, തങ്ങളുടെ കരങ്ങൾക്ക് കീഴിലാക്കി. പലവട്ടം അവിടുന്ന് അവരെ മോചിച്ചു, എന്നിട്ടും മനഃപൂർവ്വം അവർ അവിടുത്തെ ധിക്കരിച്ചു, അകൃത്യങ്ങളാൽ അവർ അധപതിച്ചു. എങ്കിലും അവരുടെ കഷ്ടത കാണുകയും നിലവിളി കേൾക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് തന്റെ ഉടമ്പടി അനുസ്മരിച്ച് അവരോട് ദയ കാണിച്ചു. തന്റെ കൃപാതിരേകത്താൽ അവരെ നയിച്ചു, തടവുകാരാക്കിയവരുടെ മുമ്പാകെ അവിടുന്ന് അവരോട് കരുണ കാണിച്ചു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളെ ജനതകളുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ ഒന്നിച്ചു കൂട്ടണമേ. അങ്ങയുടെ തിരുനാമം ഞങ്ങൾ പ്രകീർത്തിക്കട്ടെ, അങ്ങയുടെ അവകാശത്തിൽ അഭിമാനിക്കട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനാദി മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങൾ പൊറുക്കണമേ. തിന്മ ചെയ്ത് അവർ പാപികളായി തങ്ങളുടെ പ്രവർത്തികളാൽ അങ്ങയെ കോപിപ്പിച്ചു, അങ്ങയുടെ കൃപയാൽ അവരിൽ കനിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ കൺമുൻപിലുണ്ട്. മിശിഹാ കർത്താവേ, മാമക ജീവിതമേ ധരയിൽ ചെറുതല്ലോ. എന്നാൽ എന്നുടെ പാപകടം
വലുതാണതുപോൽ ദുർവഹവും കടബാധ്യതകൾ തെല്ലും ഞാൻ വീട്ടിയതില്ലഖിലേശാ നീ അനുതാപം കനിവോടേകണമേ. അനുതാപത്തിന് യോജിച്ച ഫലം പുറപ്പെടുത്തുവിൻ. ജീവിതയാത്രയിൽ ദിനരാത്രങ്ങളിതാ കൈവെടിയുന്നെന്നെ. എന്നാൽ എൻ്റെ അതിക്രമമേ പാരിൽ പാരം തിരുകുന്നു, പാപച്ചങ്ങല മുറുകുന്നു, വിധിയുടെ നാഴികയണയുന്നു. അനുതാപം കനിവോടേകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ചെയ്തികളോരോന്നും പരിശോധിച്ചിടും വെളിപാടിൻ സുദിനം. ഉദയം ചെയ്യും മുൻപിന്നൻ പാപകടങ്ങൾ വീട്ടാനായി അവസരമടിയനു നൽകിയിടാൻ വിധിയാളാ ഞാൻ യാചിപ്പോ. അനുതാപം കനിവോടേകണമേ. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയുടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനുടർത്തന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയരും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ശ്ലീഹന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വായന 5-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. അവർ ഏക മനസ്സോടെ സോളമന്റെ മണ്ഡപത്തിൽ ഒന്നിച്ചു കൂടുക പതിവായിരുന്നു. മറ്റുള്ളവരിൽ ആരും തന്നെ അവരോട് ചേരാൻ ധൈര്യപ്പെട്ടില്ല. എന്നാൽ ജനം അവരെ ബഹുമാനിച്ചു പോന്നു. കർത്താവിൽ വിശ്വസിച്ച പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അവർ രോഗികളെ തിരുവീഥികളിൽ കൊണ്ടുവന്ന് കിടക്കകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്.
അശുദ്ധാത്മാക്കൾ ബാധിച്ചിരുന്നവരെയും രോഗികളെയും വഹിച്ചുകൊണ്ട് ജനം ജെറുസലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് വന്നിരുന്നു. എല്ലാവർക്കും രോഗശാന്തി ലഭിച്ചു. എന്നാൽ പ്രധാന പുരോഹിതനും അവനോട് ചേർന്ന് നിന്നിരുന്ന സദുക്കായ വിഭാഗവും അസൂയ നിറഞ്ഞ് അപ്പസ്തോലന്മാരെ പിടിച്ച് ബന്ധിച്ച് പൊതു കാരാഗൃഹത്തിൽ അടച്ചു. രാത്രി കർത്താവിന്റെ ദൂതൻ കാരാഗൃഹവാതിലുകൾ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് എല്ലാ ജനങ്ങളോടും നവജീവന്റെ ഈ വചനം പ്രസംഗിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സർവശക്തനും നിത്യനും ഉന്നതങ്ങളിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തന്നെ സ്നേഹിക്കുന്നവർക്കായ എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹാം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തിന്മയുടെ ഇരുളിൽ കഴിയുന്നവരെല്ലാം സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏക സൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകനും ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാറ്റിനെയും കൃപാപൂർവ്വം ഭരിക്കുന്ന കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗത്തെ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും